നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, സാധാരണ നിങ്ങളെല്ലാം ഹിപ്നോട്ടിസം എന്ന് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഹിപ്നോസിസ് എന്ന് പറയാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. വാസ്തവത്തിൽ ഹിപ്നോട്ടിസവും ഹിപ്നോസിസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ വിധത്തിൽ നമ്മൾ ആ വാക്കിനെ ഉപയോഗിക്കുന്നത്? ശരിക്കും ഗ്രീക്കുകാരുടെ ഉറക്കത്തിൻ്റെ ദേവതയാണ് ഹിപ്നോസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഹിപ്നോട്ടിസം എന്നുള്ള പേര് ആ കാലത്ത് നിലവിൽ വന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, പല യൂറോപ്യൻ ഭാഷകളിലും അല്ലെങ്കിൽ യൂറോപ്യൻസിനും ഈ വിധത്തിലുള്ള പ്രൊണൗൺസിയേഷൻ, ഈ വിധത്തിലുള്ള ഉച്ചാരണം അവരുടെ നാവിന് വഴങ്ങില്ല. അങ്ങനെ അവരതിനെ ഹിപ്നോസിസ് എന്നാക്കി മാറ്റി. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്തിനെ ട്രിവാൻഡ്രമാക്കി, അതുപോലെ എറണാകുളത്തിനെ കൊച്ചിനാക്കി, തൃശ്ശൂരിനെ ട്രിച്ചൂറാക്കി, മദ്രാസിനെ ചെന്നൈ, മദിരാശിയെ മദ്രാസാക്കി, പിന്നെ അത് ചെന്നൈയാക്കി, അല്ലേ? നാവിന് വഴങ്ങാതെ വന്നപ്പോൾ ഈ വിധത്തിലുള്ളൊരു മാറ്റം. അങ്ങനെയാണ് ഹിപ്നോസിസ് എന്ന് ചുരുങ്ങിപ്പോയത്, അല്ലെങ്കിൽ ആ വിധത്തിൽ അതിനെ പ്രൊണൗൺസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെ മറ്റൊരു സംശയം, മെസ്മറിസം. എന്താണ് മെസ്മറിസം എന്നുള്ളത്? വാസ്തവത്തിൽ ഹിപ്നോട്ടിസത്തെ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു വിധത്തിലുള്ള ഉപയോഗ രീതി എന്നുള്ള വ്യാജേന ശരിക്കും ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ടാകും. അതിൻ്റെ ആന്തരികതകളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വീഡിയോ ഇതിനു മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ബോക്സിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാമെന്ന് നോക്കിക്കോളൂ. ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ ഹിപ്നോസിസ് തന്നെയാണ് അവിടെയും യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് ശരിക്കും ഹിപ്നോട്ടിസം പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വളരെ ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ വളരെ പെട്ടെന്ന്, വളരെ വേഗം തന്നെ നിങ്ങൾക്കത് പഠിക്കാനും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെല്ലാം ശരിയായ വിധത്തിൽ തന്നെ മനസ്സിലാക്കാനും സ്വയം മറ്റ് വ്യക്തികളെ ഹിപ്നോസിസിന് വിധേയമാക്കാനുമെല്ലാം നിങ്ങൾക്കതിലൂടെ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിവർത്തനം സംഭവിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. സമഗ്രമായ പരിവർത്തനം എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും സാമ്പത്തികവും ഒക്കെയായ പരിവർത്തനം ഹിപ്നോസിസിലൂടെ ഒരു വ്യക്തിയിൽ സംഭവിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ പരിശീലനത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുമെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 7510164997 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഉപകാരപ്രദമായ വിധത്തിലുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.